താങ്കളുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഒരു ദൈവപ്രവൃത്തിയുടെ ഒരവസ്ഥയിൽ കൂടെ ദൈവപ്രവൃത്തി ആസ്വദിച്ച് ദൈവപ്രവൃത്തി കണ്ട് അങ്ങനെ ഒരു ആത്മീയ നിറവുള്ള ഒരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഈ ഭൂമിയിൽ കർത്താവാക്കിയിരിക്കുന്നത്, നട്ടിരിക്കുന്നത് ഒരു ദൈവത്തിലായിട്ടാണ്. ഒരു ദൈവത്തിനെ ദേശം നട്ടിരിക്കുന്നത് എൻ്റെ ഉദ്ദേശം. കർത്താവിൻ്റെ വചനത്തിൽ വേരൂന്നി വളരാനാണ്, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ, ഈ ലോകത്തിന് അനുരൂപമായി പോകാനല്ല. നമ്മൾ ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുവാനാണ്, ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയാണ്, ക്രിസ്തുവിൻ്റെ പത്രമായി ലോകത്തിൽ നിലകൊള്ളുവാൻ വേണ്ടിയാണ്. നമ്മളിലൂടെ അനേകരെ യേശുവിനെ കണ്ടെത്തുവാൻ വേണ്ടി അത്രേ. നമ്മൾ ദൈവമക്കൾ ഈ ലോകത്തിന് അനുരൂപമാകരുത്, ഒഴുക്കിന് അനുകൂലമായി പോകരുത്, ഒഴുക്കിനെ ഭേദിച്ച് മുൻപോട്ട് പോകണം. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ശരിയായുള്ള പ്രാർത്ഥനാ ജീവിതവും ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയുടെ നടുവിലും മുന്നേറാനായി പറ്റത്തുള്ളൂ. പാപം നിറഞ്ഞ ഒരു ലോകത്തിൽ, പാപത്തിൻ്റെ സ്വാധീനമുള്ള ഈ ലോകത്തിൽ, പാപത്തിൻ്റെ വശീകരണമുള്ള ലോകത്തിൽ, ഏതൊന്നിനാലും ആകർഷിക്കപ്പെട്ട ദൈവത്തിനെ കീഴ്പ്പെടുത്തുന്ന ഒരു പ്രത്യേകമാകുന്ന ഈ ലോകത്തിൽ അതിനെതിരെ പോരാടി നിൽക്കുവാൻ, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഓരോ ദൈവത്തിനും കഴിയണം. ആത്മാവിൻ്റെ ശക്തി ഒരുവനില്ലെങ്കിൽ അവനെ സ്വാധീനിക്കുവാൻ ഏത് ശക്തിക്കും കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഹൃദയത്തിൽ ദിനംതോറും പ്രാപിച്ചില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പുതുക്കം ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിൽ സാത്താന് നമ്മെ നിസ്സാരമായി കീഴ്പ്പെടുത്തുവാൻ കഴിയും. ഈ ലോകത്തിലെ ഏത് വശീകരണങ്ങൾക്കും നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. ഈ ലോകത്തിലെ ഏത് ഉപദേശങ്ങളുടെ നടുവിലും കീഴടങ്ങി പോകുവാനിടയായിത്തീരും. ആ ഒഴുക്കുകൾക്കെതിരെ, നമുക്കെതിരെ നിൽക്കുന്ന ശക്തികൾക്കെതിരെ, പോരുകൾക്കെതിരെ, പാപത്തിനെതിരെ നാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരായി തീരുവാനായിട്ട് കഴിയണം. ആത്മജീവിതം എന്ന് പറയുന്നത് പോരാടി നിൽക്കുവാനുള്ളതാണ്. ജഡത്തോടും പിശാചിനോടും ലോകത്തോടും ലോകമോഹങ്ങളോടും പോരാടി നിൽക്കുവാനുള്ളതാണ്. അങ്ങനെ നമ്മൾ പോരാടി നിന്നില്ലെങ്കിൽ നമ്മുടേതായ പ്രത്യാശ നമ്മെ കൈവിട്ടു പോകും. പ്രിയമുള്ളവരെ, കർത്താവിലുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കർത്താവിൻ്റെ വരവിനിൽ നാമം വിശുദ്ധന്മാരോടൊപ്പം ചേർക്കപ്പെടണം എന്നുള്ള പ്രത്യാശ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പിശാച് ലോകത്തിലെ പ്രതാപങ്ങളെല്ലാം കാണിക്കും, സൗന്ദര്യങ്ങളെല്ലാം കാണിക്കും, സുഖത്തിൻ്റെ എല്ലാ വഴികളും കാണിക്കും, സന്തോഷത്തിൻ്റെ എല്ലാ മാർഗങ്ങളും കാണിക്കും. അതിന് അടിമയായി പോയാൽ, വിധേയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യാശ അതോടുകൂടി അവസാനിക്കുക അത്ര ചെയ്യും. ഇന്നത്തെ ദൈവമക്കളുടെ ആത്മികർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരുടെ നടുവിൽ ഉണ്ടാകുന്ന
മൂല്യച്യുതി. അതിൻ്റെ കാരണം എന്താ? അവരുടെ ജീവിതത്തിൽ അവർക്ക് ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ കഴിയാത്ത, മനസ്സിൽ ദൈവഭയമില്ലാത്ത അവസ്ഥ, പ്രത്യാശയുടേതായ ദർശനമില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള ഒരവസ്ഥയുള്ള അനുഭവത്തിലൂടെയാണോ നിങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് അനേക പദ്ധതികളും പ്ലാനുമുണ്ട്. ആ പദ്ധതിയും പ്ലാനിനെയും നമ്മൾ മറികടന്ന് നമ്മുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോവുകയാണോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് പോവുകയാണോ? ഈ നാളുകളിൽ നാം കർത്താവിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ, കർത്താവിന്റെ ശബ്ദത്തിനായി തിരിഞ്ഞില്ലെങ്കിൽ, കർത്താവ് നമ്മെ എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവിലേക്ക് നമ്മുടെ മുഖം തിരിയത്തക്ക നിലയിൽ, മനം തിരിയുന്ന നിലയിൽ കർത്താവ് നാം നിശ്ചയമായിട്ടും പല പ്രശ്നങ്ങളാലും പരിശോധനകളാലും സന്ദർശിക്കും. നമ്മൾ ദൈവദിനത്തിൽ പഴയ നിയമ ചരിത്രം പഠിക്കുന്നിടത്തെല്ലാം ദൈവത്തിന്റെ വിട്ട്, ദൈവവഴി വിട്ട്, വചനത്തെ വിട്ട് ഈ ലോകത്തിന് അനുരൂപമായി പോയ ജനത്തെ ദൈവം പല നിലകളിൽ സന്ദർശിച്ചതായിട്ട് കാണുന്നുണ്ട്. ശത്രുക്കളാൽ സന്ദർശിച്ചിട്ടുണ്ട്. പ്രവാസികളായി മറ്റു രാജ്യത്ത് അടിമകളായി ജീവിച്ചതായ സംഭവങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ വിചാരിക്കും, ഇപ്പം അനേകരും പല തെറ്റുകൾ കാണുന്നു, അവരെ ദൈവം ശിക്ഷിക്കുന്നില്ല, അടിക്കുന്നില്ല, അവരിങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, ദൈവം ഓരോരുത്തർക്കും അതതിൻ്റെ സമയത്ത് അതിൻ്റെതായ സന്ദർശനത്തെ അയച്ച് അതിൻ്റെതായ നിലയിലുള്ള ദൈവത്തിൻ്റെതായ ശിക്ഷ അയച്ച് അതിൻ്റെതായ നിലയിൽ ദൈവം അവരെ സന്ദർശിക്കുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇന്നത്തെ താൽക്കാലികമായുള്ള ഏതൊരുവൻ്റെയും ലോകത്തിന് അനുരൂപമായുള്ള മുന്നേറ്റത്തിന് ഒരു വിരാമമുണ്ടാകും, ഒരു കടിഞ്ഞാൺ ദൈവത്തിനുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിളി കേട്ട് നിലവിലേക്ക് പോകേണ്ടതായ യോനയ്ക്ക് ആ ദൈവശബ്ദത്തെ, ദൈവാലോചനയെ മറികടന്ന് തൃണവൽഗണിച്ച് തർസീസിലേക്ക് പോകുവാനുള്ള കപ്പൽ കയറിയതാ. ആ അനന്തര ഫലം നമുക്കറിയാം. അവൻ കയറിയ കപ്പലിലുള്ളവർക്കും കപ്പലിനും നാശമുണ്ടാകുന്ന നിലയിലുള്ള ദൈവ സന്ദർശനം അവരുടെ മകളോട് അതിന്റെ മധ്യ ഉണ്ടാകാനിടയായി തീർന്നു. ഒടുവിൽ ആ കപ്പലിൻ്റെതായ അതിൻ്റെതായ ഉത്തരവാദിത്വമുള്ളവരെ കൊണ്ട് തന്നെ ദൈവം അവനെ ചോദ്യം ചെയ്യിച്ച് അവന്റെ തെറ്റുകളെ അവിടെ വെളിപ്പെടുത്തി, അവന്റെ തെറ്റുകൾക്ക് പരമാവധി ശിക്ഷ നൽകത്തക്ക രീതിയിൽ അവരെ കൊണ്ട് തന്നെ ചോദിച്ചു, ഈ കടലടങ്ങുവാൻ, ഞങ്ങളെ ആപത്ത് രക്ഷിക്കുവാൻ ഇനി എന്താ മാർഗം? അവൻ തന്നെ പറഞ്ഞു, എന്നെ എടുത്ത് ഈ കടലിലേക്ക് ഇട്ടാൽ കടലിന്റെ കോപം ശമിക്കും, ഈ നിങ്ങൾക്കും സമാധാനം ഉണ്ടാകും. എക്കാലവും നമ്മുടെ ജീവിതത്തിൻ്റെ നമുക്കിഷ്ടം പോലെ ജീവിക്കുന്ന അവസ്ഥ ആകാമെന്ന് വിചാരിക്കേണ്ട. ഇതിനെല്ലാം ഒരു മാറ്റം വരുന്നൊരു കാലം, സമയമുണ്ട്. പ്രിയമുള്ളവരെ, കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ അവസ്ഥയ്ക്കൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഈ നിലയിൽ ആത്മജീവിതം പോരാ, എനിക്കൊരു മാറ്റം വരണം. അങ്ങനെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ആ ഒരു മാറ്റത്തിന് വേണ്ടി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവശബ്ദത്തിനായി ദൈവത്തിൽ കാത്തിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തും മാറ്റം വരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ
ആ മാറ്റത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ദൈവസന്നിധി ഒരു മാറ്റത്തിനായി ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വലിയ മാറ്റം, വ്യത്യാസം, ദൈവത്തിന് ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു മാറ്റം നിങ്ങൾ ചെയ്തെടുക്കുവാൻ ഞാനും നീയും സേവിക്കുന്ന സർവശക്തനായ ദൈവം പ്രാപ്തനാണ്, സർവശക്തനാണ്. അവരുടെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.